കണ്ടോ, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നന്നായി തിളച്ച് മാങ്ങ വെന്തിട്ടുമുണ്ട്. എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം. നല്ലൊരു മണവും നല്ലൊരു രുചിയും കിട്ടും. എന്നിട്ട് നമുക്ക് ചെറുതായി ഒന്നിങ്ങനെ ഇളക്കി അതിനെ സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി വെക്കാം. ചൂടാറിയ ശേഷം, ആറണമെന്നില്ല, നമുക്ക് ചൂടോടെയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, മാങ്ങ ചാറ് കറിക്കുള്ള മസാല ഉണ്ടാക്കുവാനായിട്ട് ഉള്ള പീര ചിരണ്ടിയത്, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേപ്പില, പച്ചമുളക്, കുരുമുളക്, ഇത്തിരി ഉലുവ, ചെറുജീരകം, ഇവയെല്ലാം ചട്ടിയിൽ നന്നായി ചൂടാക്കുക. ചെറുതായി ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ മൂപ്പിച്ചെടുക്കുക. മുരിഞ്ഞു പോകണ്ട, ഒന്ന് മൂത്താൽ മതി. നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക മിക്സിയിലടിച്ച്. മൂത്തിട്ടുണ്ട്, ഇത്രയും മൂത്താൽ മതി. ഇത് നമുക്ക് ആറിയ ശേഷം മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഉള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് അതിലേക്കിട്ട് നമുക്ക് വഴറ്റാം, മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടി പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്നലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വേപ്പിലയും കൂടി പുരട്ടി വെച്ചതാണ്. ഇത് നമുക്ക് ഉള്ളി മുരിഞ്ഞതിലേക്ക് ഇടാം. കേട്ടോ, എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചൂടായ എണ്ണയിൽക്കിടുന്നൊന്ന് വഴറ്റിട്ട് മിക്സിയിൽ നന്നായി പേസ്റ്റാക്കി എടുത്ത ശേഷം അത് നമുക്ക് ഈ മാങ്ങ വഴണ്ടുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് ചേർക്കാം. മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാങ്ങ അടുപ്പത്ത് വെച്ചിരിക്കുന്ന മാങ്ങ വഴറ്റിക്കൊണ്ടിരിക്കുന്നതിലേക്ക് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് തിളപ്പിച്ച് ആറിയ വെള്ളം, ചൂടായതായാലും കുഴപ്പമില്ല, തിളപ്പിച്ച വെള്ളം ഇതിൽ നമുക്ക് എത്ര കുറുകൽ വേണം എന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം കൂട്ടി കൊടുക്കാം. കണ്ടോ, ഞാൻ ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട്.
ഈ സമയത്ത് നമുക്ക് പോരാത്ത ഉപ്പ് പാകത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല തീയിൽ വെച്ച് തിളച്ച് തുടങ്ങുമ്പോൾ തീ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് ചെറിയ തീയിലിരുന്ന് ആ മാങ്ങ ഒന്ന് വേവാനായിട്ട് കുറച്ച് നേരം വെക്കാം.